ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കുള്ള സ്റ്റേ നീക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി നിരസിച്ചു. ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പിൽ പൊതുവായി ദൂരപരിധി നിശ്ചയിക്കുന്നത് അപ്രായോഗികമാണെന്ന് സർക്കാർ. മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്താൻ രണ്ടാം ദിവസവും നടത്തിയ തിരച്ചിൽ വിഫലം. മലയാറ്റൂർ ചാലക്കുടി ഡിവിഷൻ പരിധിയിലും വെള്ളിയാഴ്ച തിരച്ചിൽ നടത്തുമെന്ന് ഡിഎഫ്ഒ. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണം. വധശ്രമക്കേസിൽ റിമാൻഡിലായ യൂട്യൂബർ മണവാളന്റെ മുടി ജയിൽ അധികൃതർ മുറിച്ചു. വെയ്യൂർ സെൻട്രൽ ജയിലിലെത്തിച്ച മണവാളന്റെ മുടി ജയിൽ ചട്ടപ്രകാരമാണ് മുറിച്ചത്. അസ്വസ്ഥത പ്രകടിപ്പിച്ച മണവാളനെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റ് പാത നിർമ്മാണം. മെട്രോ ജംഗ്ഷൻ മുതൽ കൊക്കാല വരെയുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കമായി. കോൺക്രീറ്റിംഗ് വെള്ളിയാഴ്ച ആരംഭിക്കും. ഫോറസ്റ്റ് ഓഫീസർ ചമഞ്ഞ പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് 3 ജീവപര്യന്തവും 12 വർഷം തടവും. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി വിജയനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കുള്ള സ്റ്റേ തുടരും. സ്റ്റേ നീക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി നിരസിച്ചു. ഹൈക്കോടതി വിധിക്കെതിരെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. തുടർന്നാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കാനിരിക്കുന്ന ഉത്സവങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയിൽ ആരോപിച്ചു. ആന ഇടയുന്നത് പതിവായിരിക്കുകയാണെന്ന് ആരോപിച്ചാണ് സുപ്രീം കോടതി സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് കേസിലെ എതിർകക്ഷിയായ വി.കെ. വെങ്കിടാചലം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പിൽ ദൂരപരിധി പൊതുവായി നിശ്ചയിക്കുന്നത് അപ്രായോഗികമാണെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ ജില്ലാതല നിരീക്ഷക സമിതി തീരുമാനമെടുക്കുന്നതായിരിക്കും ഉചിതമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. ഓരോ ഉത്സവങ്ങളും വ്യത്യസ്ത ഭൂപ്രകൃതിയിലുള്ളതിനായതിനാൽ ദൂരപരിധി കണക്കാക്കുമ്പോൾ അവിടുത്തെ പ്രാദേശിക സാഹചര്യം കണക്കിലെടുക്കണമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഭൂവിസ്തൃതി, സ്ഥലലഭ്യത, ആനകളുടെ എണ്ണം എന്നിവ ഉൾപ്പെടെ പരിഗണിക്കപ്പെടേണ്ട ഘടകങ്ങളാണെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. നേരത്തെ ഉത്സവത്തിനും മറ്റും ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ആനകൾ തമ്മിൽ 3 മീറ്റർ അകലമുണ്ടെന്നും ആനയും ആളുകളും തമ്മിൽ 8 മീറ്റർ അകലമുണ്ടായിരിക്കണമെന്നും ഹൈക്കോടതി മാനദണ്ഡം നിശ്ചയിച്ചിരുന്നു. മസ്തകത്തിൽ മുറിവേറ്റ് കാട്ടിൽ നടക്കുന്ന ആനയെ കണ്ടെത്താൻ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വിവിധ ബ്ലോക്കിൽ രണ്ടാം ദിവസവും നടത്തിയ തെരച്ചിൽ ഫലം കണ്ടില്ല. 10ൽ കൂടുതൽ ആനകളെ ഇതിനകം നിരീക്ഷിച്ചുവെങ്കിലും മുറിവേറ്റ ആനയെ ഇതുവരെയും കണ്ടെത്താനായില്ല. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 1ാം ബ്ലോക്കിൽപ്പെടുന്ന മുനിത്തറ ഭാഗത്താണ് ആദ്യം തെരച്ചിൽ തുടങ്ങിയത്. വാഴച്ചാൽ ഡിഎഫ്ഒ ആർ ലക്ഷ്മി, അതിരപ്പള്ളി റേഞ്ച് ഓഫീസർ ജീഷ്മ ജനാർദ്ദനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ. സംസ്ഥാന ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രിയ നേതൃത്വം നൽകുന്ന വെറ്ററിനറി വിഭാഗവും ഇവർക്കൊപ്പമുണ്ട്. മയക്കുവെടിവെച്ച ശേഷം ആനയ്ക്ക് ചികിത്സ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. RRT സംഘം 6 വിഭാഗമായി ആനയെ അന്വേഷിച്ചു നടന്നു. മലയാറ്റൂർ ഡിവിഷൻ പരിധിയിലും തിരച്ചിൽ നടത്തി. അടുത്ത ദിവസം മലയാറ്റൂർ, ചാലക്കുടി ഡിവിഷൻ പരിധിയിലും അന്വേഷണം നടക്കും. വെള്ളിയാഴ്ച രാവിലെ 7-ന് ദൗത്യം പുനരാരംഭിക്കുമെന്ന് DFO അറിയിച്ചു. ബുധനാഴ്ച ആനയെ കണ്ടെത്തിയിരുന്നുവെങ്കിലും മയക്കുവെടി വെക്കാനായില്ല. ചാലക്കുടി പുഴയുടെ പ്ലാന്റേഷന്റെ വെറ്റിലപ്പാറ തുരുത്തിലായിരുന്നു ആനയെ കണ്ടെത്തിയത്. പൈപ്പ് ബ്രോവൽ ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വിദഗ്ധ സംഘം ശ്രമിച്ചപ്പോഴാണ് പരിഭ്രാന്തനായ ആന കാട് കയറി പോയത്. പിന്നീട് ഇതിനെ കണ്ടെത്താനായില്ല. 1/2 കിലോമീറ്റർ അകലെയുള്ള ഉൾവനത്തിലേക്ക് ആന കയറി. ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലും വ്യാഴാഴ്ച നടന്നു. കഴിഞ്ഞ ജനുവരി 17-ന് ഏഴാറ്റുമുഖത്തെ എലിച്ചാണിപ്പാറയിലാണ് മസ്തകത്തിൽ മുറിവുള്ള ആനയെ കണ്ടെത്തിയത്. 60-അംഗ സംഘമാണ് തിരച്ചിലിലുള്ളത്. വാഴച്ചാൽ, ചാർപ്പ, ഷോളയ റേഞ്ചുകളിലെ RRT വിഭാഗവും തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘവുമാണ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നത്. TC വിനോസ്, ചാലക്കുടി. വാൽപ്പാറ ആനമലയ്ക്ക് സമീപം കാട്ടാനാക്രമണം. വൈദ്യുതി വകുപ്പ് ജീവനക്കാർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് കാട്ടാൻ ആക്രമിച്ചു. ജീപ്പ് കുത്തിമറിച്ചിട്ടു. ജീപ്പിലുണ്ടായിരുന്ന ജൂനിയർ ഇലക്ട്രിക് എഞ്ചിനീയർ വിശ്വനാഥൻ ഉൾപ്പെടെ 3 പേർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വധശ്രമക്കേസിൽ റിമാൻഡിലായ യൂട്യൂബർ മണവാളന്റെ മുടി ജയിൽ അധികൃതർ മുറിച്ചു. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹിൻ ഷായെ കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തത്.
വിയ്യൂർ സെൻട്രൽ ജയിലിലെത്തിച്ച മണവാളന്റെ മുടി ജയിൽ ചട്ടപ്രകാരം മുറിക്കുകയായിരുന്നു. മുടി മുറിച്ചതിനു ശേഷം അസ്വസ്ഥത പ്രകടിപ്പിച്ച മണവാളനെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പൂര ദിവസമാണ് കേരളവർമ്മ കോളേജിന് സമീപത്ത് വെച്ച് വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. 10 മാസം ഒളിവിലായിരുന്ന മണവാളനെ തൃശൂർ വെസ്റ്റ് പോലീസ് കുടകിൽ നിന്നാണ് പിടികൂടിയത്. തൃശൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റ് പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെട്രോ ജംഗ്ഷൻ മുതൽ കൊക്കാല വരെയുള്ള നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി. കോൺക്രീറ്റിംഗ് വെള്ളിയാഴ്ച ആരംഭിക്കും. കോൺക്രീറ്റ് പാതയുടെ ആദ്യ റീച്ചായ കൂർക്കഞ്ചേരി മുതൽ മെട്രോ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തിന്റെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയാക്കി തുറന്നുകൊടുത്തിട്ടുള്ളത്. അതേസമയം കൊക്കാല മുതൽ വിളയന്നൂർ വരെയുള്ള റോഡ് മാസങ്ങളായി പൊളിച്ചിട്ടിട്ടും റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. ഇതുമൂലം പൊടിശല്യം രൂക്ഷമാണെന്ന് വ്യാപാരികൾ പറയുന്നു. 4ാം ഘട്ട നിർമ്മാണത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച മുതൽ വെളിയന്നൂർ റിംഗ് ജംഗ്ഷൻ മുതൽ ചെട്ടിയങ്ങാടി വരെയും ചെട്ടിയങ്ങാടി മുതൽ കുറുപ്പം റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് അറിയിച്ചുവെങ്കിലും വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. നിലവിൽ പൊളിച്ചിട്ട ഭാഗങ്ങളിലെ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം മാത്രമേ 4ാം ഘട്ട നിർമ്മാണത്തിനായി റോഡുകൾ പൊളിച്ചിട്ടാൽ മതിയെന്നും വ്യാപാരികൾ പറയുന്നു. ഫോറസ്റ്റ് ഓഫീസർ ചമഞ്ഞ് പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് 3 ജീവപര്യന്തവും 12 വർഷം തടവും 1,95,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ ഗാന്ധിനഗർ സ്വദേശി വിജയിയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി എസ് ലിഷ ശിക്ഷിച്ചത്. 2018-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം. സോഷ്യൽ മീഡിയ വഴി ഫോറസ്റ്റ് ഓഫീസറാണെന്ന് പറഞ്ഞ് പ്രതി പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുകയും തുടർന്ന് വശീകരിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് പരിസരത്തെ ലോഡ്ജിൽ കൊണ്ടുപോയി ബലാത്സംഗത്തിനിരയാക്കുകയും പിന്നീട് മിഠായിയിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകി നിരവധി തവണ ബലാത്സംഗത്തിനിരയാക്കുകയും ഫോട്ടോകൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ.എസ്. ബിനോയ് കോടതിയിൽ ഹാജരായി. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ പ്രതികൾക്കെതിരെ 5 പേർ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി. കൈപ്പറമ്പ് മുണ്ടൂർ സ്വദേശി അനൂപ്, വരന്തരപ്പള്ളി സ്വദേശി സിജോ, ഇരിങ്ങാലക്കുട സ്വദേശികളായ സഞ്ജയ് ആന്റണി, മലപ്പുറം തിരൂർ സ്വദേശി അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് വടക്കാഞ്ചേരി സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത്. 250 പേരിൽ നിന്നായി 9 കോടി രൂപയോളം തട്ടിയെടുത്തതായി ഇവർ പറയുന്നു. എന്നാൽ ഇവരുടെ പരാതി പോലീസ് സ്വീകരിച്ചില്ല. മറ്റ് സ്റ്റേഷനുകളിൽ ഇവർ നേരത്തെ പരാതി നൽകിയ സാഹചര്യത്തിലാണ് പരാതി സ്വീകരിക്കാതിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതികളെ തെളിവെടുപ്പ് പൂർത്തിയാക്കി റിമാൻഡ് ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഉടൻ തീരുമാനിക്കില്ലെന്ന് സൂചന. ഡോക്ടർ എം.കെ. സുദർശൻ കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് നിലവിൽ ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. ബോർഡിലെ മറ്റ് 2 അംഗങ്ങളായ പ്രേംരാജ് ചൂണ്ടലത്തിന്റെയും എം.ബി. മുരളീധരന്റെയും കാലാവധി അടുത്ത മാസം പൂർത്തിയാകും. 2 വർഷമാണ് ബോർഡിന്റെ കാലാവധി. 2 CPM പ്രതിനിധികളും 1 CPI പ്രതിനിധിയുമാണ് 3-അംഗ സമിതിയിലുണ്ടാവുക. മണലൂരിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുകയും പിന്നീട് CPM-ലെത്തുകയും ചെയ്ത വിജയ് ഹരിയുടെ പേര് പരിഗണനയിലുണ്ടെന്നാണ് സൂചന. നിലവിൽ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റാണ് വിജയ് ഹരി. നേരത്തെ ബോർഡ് പ്രസിഡന്റായ നന്ദകുമാറിന്റെ പേരും പരിഗണനയിലുണ്ട്. പെരിഞ്ഞനത്ത് കാറും മിനി ടെമ്പോയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 4 പോലീസുകാർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ ബദറു, വിനു, കണ്ണൻ, ജോൺ എബ്രഹാം, മിനി ടെമ്പോയിലുണ്ടായിരുന്ന മുഹമ്മദ് അഫ്സൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ആക്സു പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേസന്വേഷണത്തിന് പോയി മടങ്ങിവരുന്നതിനിടെ പെരിഞ്ഞനം യമുന ഓഡിറ്റോറിയത്തിന് സമീപത്തായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിൽ പെട്രോൾ പമ്പിലുണ്ടായ വാക്ക് തർക്കത്തിനിടെ യുവാവിനെ കമ്പിവടി കൊണ്ട് ആക്രമിച്ച കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേത്തല കാട്ടാക്കുളം തേക്കിലക്കാട്ടിൽ വീട്ടിൽ പ്രവീൺ, അഞ്ചപ്പാലം തേവാലിൽ ഹരികൃഷ്ണൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. ബൈപ്പാസ് റോഡിലുള്ള പെട്രോൾ പമ്പിലുണ്ടായ ആക്രമണത്തിൽ കോട്ടുവള്ളി കണക്കാട്ടുശ്ശേരി വീട്ടിൽ അജീഷിനാണ് പരിക്കേറ്റത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കേരളത്തിലെ ആരോഗ്യമേഖല തകർന്ന തരിപ്പണമായിട്ടും ആരോഗ്യമന്ത്രിക്ക് യാതൊരു കുലുക്കവുമില്ലെന്നും ഭൂരിഭാഗം ആശുപത്രികളും മരുന്നില്ലാതെ സ്തംഭനാവസ്ഥയിലാണെന്നും തൃശൂർ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു.
കൊക്കക്കോളയ്ക്കെതിരെ സമരം ചെയ്തവർ മദ്യനിർമ്മാണശാല ഒരുക്കാൻ നേതൃത്വം നൽകുകയാണെന്നും MP പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോടുള്ള LDF സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ആശുപത്രി വികസന സമിതി അംഗവും KPCC സെക്രട്ടറിയുമായ രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിൽ HDS അംഗങ്ങൾ നടത്തുന്ന ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ആരോഗ്യമന്ത്രി ആശുപത്രിയിലെ ഇപ്പോഴത്തെ ദുരന്തമൊന്നും അറിയുന്നില്ല. കോവിഡ് കാലത്ത് സർക്കാർ നടത്തിയ കൊടിയ അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോവിഡ് കാലത്തെ മനുഷ്യന്റെ ദുരിതം സർക്കാർ കൊള്ളയ്ക്കുള്ള സാഹചര്യമാക്കി മാറ്റിയെന്നും ഏകാധിപത്യ പ്രവണത ഈ സർക്കാരിന്റെ സ്ഥിരം ശൈലിയാണെന്നും MP കുറ്റപ്പെടുത്തി. 12 വർഷമായി നടത്താത്ത HDS ഫണ്ട് ഓഡിറ്റ് ചെയ്യുക, HDS ഫണ്ട് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, ആശുപത്രിയിൽ ഒഴിവുള്ള തസ്തികയിലേക്ക് ഡോക്ടർമാരെയും അനുബന്ധ സ്റ്റാഫിനെയും ഉടൻ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ആശുപത്രിക്ക് മുന്നിൽ നടന്ന സമരത്തിൽ അഡാട്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി വികസന സമിതി അംഗങ്ങളായ ലീല രാമകൃഷ്ണൻ, PV ബിജു, വടക്കാഞ്ചേരി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ്, UDF നേതാക്കളായ PA മാധവൻ, CV കുര്യാക്കോസ്, ഷാജി കോടങ്കണ്ടത്ത്, ജോസഫ് ചാലിശ്ശേരി, ജോൺ ഡാനിയൽ, സുനിൽ അന്തിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് വീട്ടമ്മയെ കാണാതായ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി. പള്ളിക്കുന്ന് മാട്ടിൽ സ്വദേശി മാമ്പുള്ളി രാമകൃഷ്ണന്റെ ഭാര്യ ബിന്ദുവിനെയാണ് കഴിഞ്ഞ ഒക്ടോബർ 24-ന് കാണാതായത്. ഇടയ്ക്കിടെ മാനസിക സ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ഇവർ രാവിലെ മരുന്ന് വാങ്ങാനെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. കാണാതാവുമ്പോൾ സാരിയും ബ്ലൌസുമായിരുന്നു വേഷം. 8 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും ഇവർ അണിഞ്ഞിരുന്നു. ഉച്ചയോടെ ബിന്ദു ഭർത്തൃവീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള സ്വന്തം വീട്ടിലെത്തിയിരുന്നു. പിന്നീടാണ് കാണാതായത്. തോട്ടുമുഖം പ്രദേശത്തെ ബസ് സ്റ്റോപ്പിൽ ബിന്ദു നിൽക്കുന്നതായും സമീപത്തെ പുഴയുടെ തീരത്തേക്ക് പോയി തിരിച്ചുവരുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരിലും ചോറ്റാനിക്കരയിലും കൊടുങ്ങല്ലൂരിലും ക്ഷേത്ര പരിസരങ്ങളിൽ ഇവരെ കണ്ടതായി പറയുന്നുണ്ടെങ്കിലും അന്വേഷണത്തിൽ സ്ഥിരീകരിക്കാൻ പോലീസിനോ ബന്ധുക്കൾക്കോ കഴിഞ്ഞിട്ടില്ല. മഫ്തിയിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാള സ്വദേശി കുറ്റിപ്പുഴക്കാരൻ മുഹമ്മദ് അസിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ 4 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പുത്തഞ്ചിറ സ്വദേശികളായ ഷെഫി, സാലിഹ്, തിരുവനന്തപുരം സ്വദേശി ആൽബി എന്നിവരെ പിടികൂടാനുണ്ട്. വടമ എക്സൈസ് ഓഫീസിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രിൻസിന്റെ പരാതിയിലാണ് കേസ്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഡോക്ടർ സുകുമാർ അഴീക്കോട് ഓർമ്മയായിട്ട് 13 വർഷമാകുമ്പോഴും അഴീക്കോട് മാഷ് സ്മാരകമെന്ന ലക്ഷ്യം ഇനിയും പൂർത്തീകരിക്കാനായില്ല. 1 കോടി രൂപയോളം ചെലവഴിച്ച് സ്മാരകം നവീകരിച്ചുവെങ്കിലും സ്മാരക മന്ദിരം ഇനിയും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയില്ല. 2021 നവീകരണം പൂർത്തിയാക്കിയ സുകുമാർ അഴീക്കോട് സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചത്. ബഹുമുഖ പ്രതിഭയും പുരോഗമന വക്താവുമായിരുന്ന സുകുമാർ അഴീക്കോടിന്റെ സ്മരണ നിലനിർത്താൻ കെട്ടിടങ്ങൾ മാത്രം പോരാ എന്നായിരുന്നു അന്ന് മന്ത്രി പറഞ്ഞ വാക്കുകൾ. എന്നാൽ എല്ലാം വാക്കുകളിൽ ഒതുങ്ങി. സാഹിത്യ അക്കാദമിയുടെ സഹകരണത്തോടെ അഴീക്കോട് സ്മാരക മന്ദിരത്തിൽ സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും നടന്നില്ല. മുകൾ ഭാഗത്ത് ലൈബ്രറിയും വലിയ ഹാളും വായനാമുറിയുമാണ് ഒരുക്കിയിരിക്കുന്നത്. താഴെ സന്ദർശന മുറിയിൽ അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും എപ്പോഴും കേൾക്കാവുന്ന വിധം ഡിജിറ്റൽ സംവിധാനവും അഴീക്കോടിൻ്റെ സൃഷ്ടികൾ, ലഭിച്ച ഉപഹാരങ്ങൾ, ഉപയോഗിച്ച സാമഗ്രികൾ എന്നിവ പ്രദർശിപ്പിക്കാനുള്ള സൗകര്യവും ഒരുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. കൂടാതെ പിൻവശത്ത് പുഴയോരത്ത് ചർച്ചകൾക്കും മറ്റു കൂട്ടായ്മകൾക്കും വേണ്ടിയുള്ള സൗകര്യമൊരുക്കും. മുൻവശത്ത് പൂന്തോട്ടവും പുൽത്തകടിയും ഒരുക്കും. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് റഫറൻസിന് വേണ്ടി പുസ്തകങ്ങളും ശബ്ദശേഖരവുമൊക്കെ എളുപ്പം ലഭിക്കാവുന്ന വിധം ക്രമീകരിക്കും എന്നൊക്കെ പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. ഇവയെല്ലാം പാഴ്വാക്കായി മാറി. അക്കാദമി നിയോഗിച്ചിരിക്കുന്ന വനിതാ കെയർടേക്കർ മാത്രമാണ് സ്മാരക മന്ദിരത്തിൽ ഉള്ളത്. അഴീക്കോട് മാഷിൻ്റെ ചിതാഭസ്മം അദ്ദേഹം ഉപയോഗിച്ച മുറിയിലെ അലമാരയിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. ഒല്ലൂർ ടൂറിസം ഇടനാഴി പദ്ധതിയിൽ അഴീക്കോട് സ്മാരക മന്ദിരം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരൊറ്റ സന്ദർശകരും ഇവിടെ എത്തുന്നില്ല. TCV ന്യൂസ്, തൃശൂർ. സുകുമാർ അഴീക്കോടിന്റെ 13ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സുകുമാർ അഴീക്കോട് സ്മാരക പ്രഭാഷണം സംഘടിപ്പിച്ചു. ഇന്ത്യ ബഹുസ്വരതയുടെ വേരുകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ P. ഇളയിടം പ്രഭാഷണം നടത്തി. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിൽ അധ്യക്ഷത വഹിച്ചു. അക്കാദമി സെക്രട്ടറി CP. അബൂബക്കർ, നിർവാഹക സമിതി അംഗം VS ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു.
ആ കലാപാരമ്പര്യം പക്ഷേ ഇന്നും നമ്മുടെ ചുമർചിത്രകല എന്ന് സങ്കല്പിച്ചാൽ അത് അമ്പലചിത്രങ്ങളല്ലാതെ പള്ളിച്ചിത്രങ്ങളായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. ആധുനിക ചിത്രകല കേരളത്തിലേക്ക് വരുന്നത്, ഇന്ത്യയിലേക്ക് തന്നെ വരുന്നത് രാജാരവിവർമ്മ വഴി മാത്രമല്ലെന്നും രവിവർമ്മയ്ക്കും 2-3 നൂറ്റാണ്ടുകൾ മുമ്പ് അൾത്താരകളിൽ വരച്ചു വയ്ക്കുന്ന ചിത്രങ്ങളിലൂടെ പാശ്ചാത്യമായ രചനാ സമ്പ്രദായങ്ങളും പാശ്ചാത്യമായ കലാരീതിയും ഇന്ത്യയിൽ പ്രചരിക്കുന്നുണ്ട്, കേരളത്തിൽ വളരുന്നുണ്ട് എന്ന കാര്യം കേസരി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവയെ കൂടി പരിഗണിക്കുന്ന പരിരക്ഷണ ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതല്ലാതെ യാഥാസ്ഥിതികമായ ഒരു മതവീക്ഷണം വാസ്തവത്തിൽ കലയിൽ വച്ചു പുലർത്തരുത്. നിർഭാഗ്യവശാൽ തിരുവിതാംകൂർ ഗവൺമെന്റ് അതാണ് ചെയ്യുന്നത് എന്ന് 1930-കളിൽ അദ്ദേഹം എഴുതി. ഇപ്പൊ നമ്മൾ ഏതാണ്ട് സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷന്റെയും സ്മാരക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അഴീക്കോട് ഓർമ്മയും MT സ്മരണയും സംഘടിപ്പിച്ചു. തൃശൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് A. ജയശങ്കർ അഴീക്കോട് അനുസ്മരണവും നടൻ ജയരാജ് വാര്യർ MT അനുസ്മരണവും നടത്തി. സുകുമാർ അഴീക്കോട് സ്മാരക സമിതി ചെയർമാൻ രാജൻ തലോർ, വൈസ് ചെയർമാൻ സലീം T. മാത്യൂസ്, സെക്രട്ടറി സുനിൽ കൈതവളപ്പിൽ, ട്രഷറർ K. വിജയരാഘവൻ, സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ ട്രഷറർ N. രാജഗോപാൽ എന്നിവർ പങ്കെടുത്തു. ബൈബിൾ പകർത്തിയെഴുതിയ മാതൃവേദി അമ്മമാരുടെ സംഗമത്തിന് വേൾഡ് റെക്കോർഡ്. 1207 അമ്മമാർ അണിനിരുന്ന മെഗാ ബൈബിൾ കൈയെഴുത്ത് പ്രതി പ്രകാശനമാണ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത്. തൃശൂർ അതിരൂപത മാതൃവേദിയുടെ നേതൃത്വത്തിലാണ് 1207 അമ്മമാർ ബൈബിളിലെ പുതിയ നിയമം 6 മാസം കൊണ്ട് സ്വന്തം കൈപ്പടയിൽ പകർത്തിയെഴുതിയത്. തൃശൂർ ലൂർദ് പള്ളിയിൽ നടന്ന ഈ അമ്മമാരുടെ മെഗാ ബൈബിൾ കയ്യെഴുത്ത് പ്രതിപ്രകാശനവും സംഗമവുമാണ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത്. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് 1207 അമ്മമാർ ഒരുമിച്ച് ബൈബിൾ പ്രകാശനം നിർവഹിച്ചു. തൃശൂർ അതിരൂപതയുടെ 5ാമത്തെ ബെസ്റ്റ് ഓഫ് വേൾഡ് റെക്കോർഡ് നിങ്ങളതിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. 3 മിനിറ്റ് കൊണ്ട് ബൈബിളിലെ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ആദ്യത്തെ 5 വാചകം വായിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. നേരത്തെ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും ബൈബിൾ സമർപ്പണവും നടന്നു. മാതൃവേദി ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ, ഗ്ലോബൽ മാതൃവേദി പ്രസിഡന്റ് ബീന ജോഷി, മാതൃവേദി പ്രസിഡന്റ് ഉജ്ജ്വല ബിജു, കൺവീനർ LC വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി. 5ാം തവണയാണ് തൃശൂർ അതിരൂപത മാതൃവേദി ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കുന്നത്. നേരത്തെ മെഗാ മാർഗംകളിക്കും മെഗാ റംബാൻ പാട്ടിനും മെഗാ കോൽക്കളിക്കും മെഗാ പുത്തൻപാന നൃത്തസംഗീത ആവിഷ്കാരത്തിനും മാതൃവേദി വേൾഡ് റെക്കോർഡ് നേടിയിരുന്നു. TC വിനോസ്, തൃശൂർ. പുരയിടത്തിലൂടെ വഴി നടക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടയിൽ മതിലകം എമ്മാട് 4 പേരെ ആക്രമിക്കുകയും വാഹനങ്ങൾ തല്ലി തകർക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. എമ്മാട് കളത്തിൽ വീട്ടിൽ രഞ്ജിത്താണ് അറസ്റ്റിലായത്. ഈ കേസിലെ മറ്റു പ്രതികളായ ശ്രീജിത്ത്, ബാബു എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിലെ 1ാം പ്രതിയായ ശ്രീജിത്തിനോട് പരാതിക്കാരനായ പ്രദീപ് കുമാർ തന്റെ പറമ്പിലൂടെ നടക്കരുതെന്ന് പറഞ്ഞതിലുള്ള വിരോധത്താലായിരുന്നു ആക്രമണം. മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, SI രമ്യ കാർത്തികേയൻ, ASI അസ്മാബി എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. തൃശൂർ കാനാണി റോഡിൽ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകത മൂലം നിരന്തരമായി കുടിവെള്ള വിതരണ പൈപ്പുകൾ പൊട്ടുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിൽ 1 വർഷത്തിലേറെയായി പൈപ്പ് പൊട്ടി കുടിവെള്ളം ഒഴുകിപ്പോകുകയാണ്. നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും പൈപ്പ് പൊട്ടിയത് ശരിയാക്കാൻ നടപടി സ്വീകരിക്കാതെ വാട്ടർ അതോറിറ്റിയും PWDയും പരസ്പരം പഴിചാരുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി A. പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റ് ശ്രീരാം ശ്രീധർ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ സുനിത വിനു, യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് K. സുമേഷ്, അയ്യന്തോൾ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശരത് K. മേനോൻ, സെക്രട്ടറി സിജോ ഫ്രാൻസിസ്, കർഷക കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹരിത് B. കല്ലുപാലം തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിദ്യാലയ മികവിന് മച്ചാടിന്റെ കയ്യൊപ്പ് ചാർത്തി അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കിയ ഹ്രസ്വചിത്രം നാം ശ്രദ്ധേയമായി.
നിറമുള്ള സ്വപ്നങ്ങൾ നെയ്ത വിദ്യാലയ തിരുമുറ്റമേ നിനക്കിൻ്റെ സ്വസ്തി. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ ഓർത്തെടുത്തും അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ചും മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും PTA-യുടെ പിന്തുണയോടെ നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് നാം. സ്കൂളിന്റെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് മൊബൈൽ ക്യാമറയിലാണ് 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഹ്രസ്വചിത്രം ചിത്രീകരിച്ചത്. അധ്യാപകരായ AS മിഥുൻ, PP പ്രശോഭ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത്. സംസ്ഥാന കലോത്സവത്തിൽ അഷ്ടപതിയിൽ B ഗ്രേഡ് കരസ്ഥമാക്കിയ മുഹമ്മദ് അഫ്ലഹാണ് ഗാനം ആലപിച്ചത്. വിദ്യാർത്ഥികളായ ഫാത്തിമ, അംന ഷെറിൻ, വൈഗ, സ്കൂൾ പ്രധാന അധ്യാപിക KK ഷീന, അധ്യാപകരായ KB ശ്രീമതി, ബിബിൻ ജോസഫ്, ജീവനക്കാരൻ തോമസ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ. ഇവർക്ക് മികച്ച പിന്തുണയുമായി ശാന്തനു, ഫൗസിയ, നീതു, ഉണ്ണികൃഷ്ണൻ, ദിലീപ് എന്നിവർ അണിയറയിലും പ്രവർത്തിച്ചു. സ്കൂൾ സംഘടിപ്പിച്ച മച്ചാട് ഉത്സവം 2025 എന്ന പരിപാടിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉൾപ്പെടെയുള്ളവരടങ്ങുന്ന വേദിയിൽ വെച്ച് ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം നടത്തി. ഏവരുടെയും ഹൃദയത്തെ സ്പർശിച്ചാണ് ഈ കുഞ്ഞു ചിത്രം കടന്നുപോയത്. മച്ചാട് സ്കൂളിന്റെ YouTube ചാനലിലൂടെയും നിരവധി പേരാണ് ചിത്രം കണ്ടത്. ഒരു നാളും ഇനി എത്തിടാത്തൊരാ വാസന്ത സ്മൃതികളെ നിങ്ങൾക്കും എൻ്റെ സ്വസ്തി. TCV തൃശൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ദിവാഞ്ചിമൂല SN റോഡ് വളവിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. 10 ദിവസത്തിലധികമായി കുടിവെള്ളം പാഴായിട്ടും നടപടിയില്ലെന്ന് സമീപത്തെ സ്ഥാപന ഉടമകൾ പറയുന്നു. വെള്ളം റോഡിലേക്ക് ഒഴുകുന്നതിനാൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നുണ്ട്. നടുറോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ഗർത്തം രൂപപ്പെട്ടതോടെ പോലീസിന്റെ ഡിവൈഡർ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. വാണിജ്യം. തൃശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ പുഴയ്ക്കൽ നെസ്റ്റോയിൽ ബിഗ് ഡേയ്സിന് തുടക്കമായി. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ജനപ്രിയ ഷോപ്പിംഗ് ഉത്സവമായ ബിഗ് ഡേയ്സ് മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഷോപ്പിംഗ് ഈവന്റ് ഓഫ് ദി ഇയർ 24 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകളാണ് നെസ്റ്റോ അവതരിപ്പിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ, പാത്രങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങി നിരവധി അവശ്യ സാധനങ്ങളും വൻ വിലക്കുറവിൽ ഓഫറിന്റെ ഭാഗമായി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട്. 999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ 5 കിലോ പഞ്ചസാര 179 രൂപയ്ക്കും 299 രൂപയ്ക്ക് പഴം പച്ചക്കറി പർച്ചേസ് ചെയ്യുമ്പോൾ 1 കിലോ തക്കാളി 5 രൂപയ്ക്കും ലഭിക്കും. 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ 3 ജാർ മിക്സർ ഗ്രൈൻഡർ 499 രൂപയ്ക്ക് ലഭിക്കും. കൂടാതെ 370 രൂപയുടെ നെയ് 299 രൂപ, മൊബൈൽ ലാപ്ടോപ്പ് പർച്ചേസിന് 2500 രൂപയുടെ ക്യാഷ് വൗച്ചർ ഫ്രീ, ബോൺലെസ് ബീഫിന് 299 രൂപ തുടങ്ങി നിരവധി സർപ്രൈസ് ഓഫറുകളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ രാത്രി 12 വരെ തുറന്നു പ്രവർത്തിക്കുന്നതാണെന്നും ഉപഭോക്താക്കൾക്കായി അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും റീജിയണൽ ഓപ്പറേഷൻ മാനേജർ CV സനോജും ജനറൽ മാനേജർ പ്രശോഭ് പ്രകാശും പറഞ്ഞു. കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുപാട് ഓഫറുകൾ, അതായത് 1000-ൽ പരം പ്രൊഡക്ട്സുകൾ നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലും 50% എബോവ് ആയിട്ടുള്ള ഓഫറുകളും ഒരുപാട് പ്രൊഡക്ട്സ് ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ തന്നെ ഏറ്റവും നല്ല ഓഫേഴ്സാണ്. അപ്പം എല്ലാവരും ബിഗ് ഡേ അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തൃശ്ശൂർ നെസ്റ്റോ വരിക. തൃശ്ശൂർ തന്നെ ഏറ്റവും വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ ഹാവൽസ് ഫാൻ സ്മാർട്ട് ഹബ് തൃശൂർ പുഴയ്ക്കൽ പാടത്തെ ജെം ലൈറ്റ്സ് ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി വെയേഴ്സിൽ പ്രവർത്തനം ആരംഭിച്ചു. കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ പ്രകാശ് പട്ടാഭിരാമൻ, കല്യാൺ സിൽക്സ് ഡയറക്ടർ മഹേഷ് പട്ടാഭിരാമൻ എന്നിവർ ചേർന്ന് ഹാവൽസ് ഫാൻ സ്മാർട്ട് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹാവൽസ് ഇന്ത്യ ജോയിന്റ് ജനറൽ മാനേജർ MB ഉല്ലാസ്, ജെം ഗ്രൂപ്പ് ചെയർമാൻ TG ചന്ദ്രകുമാർ, ജെം ലൈറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ TC പ്രവീൺ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, ജീവനക്കാർ, കസ്റ്റമേഴ്സ് തുടങ്ങിയവർ സന്നിഹിതരായി. ഹാവൽസിന്റെ എല്ലാവിധ മോഡൽ ഫാനുകളും ഉപഭോക്താക്കൾക്കായി ഈ സ്മാർട്ട് ഹബ്ബിൽ ഒരുക്കിയിരിക്കുന്നു. വിദഗ്ധരും പരിചയസമ്പന്നരുമായ ജീവനക്കാരുടെ സേവനം, മികച്ച വിൽപ്പനാനന്തര സേവനം തുടങ്ങിയവയെല്ലാം ഹാവൽസ് സ്മാർട്ട് ഹബ്ബിന്റെ സവിശേഷതകളാണ്. കൂടാതെ ഓട്ടോ ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ സെൻസിംഗ്, വോയിസ് കമാൻഡ് വിത്തൗട്ട് വൈഫൈ, IoT കൺട്രോൾ,
തുടങ്ങിയ പ്രത്യേകതകളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഉയർന്ന ശ്രേണിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫാനുകളുടെ വിപുലമായ ശേഖരവും ഇവിടെ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8606444222. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7505 രൂപ, പവന് 60,040 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3305 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കുള്ള സ്റ്റേ നീക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി നിരസിച്ചു. ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പിൽ പൊതുവായി ദൂരപരിധി നിശ്ചയിക്കുന്നത് അപ്രായോഗികമാണെന്ന് സർക്കാർ. മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്താൻ 2ാം ദിവസം നടത്തിയ തെരച്ചിൽ വിഫലം. മലയാറ്റൂർ ചാലക്കുടി ഡിവിഷൻ പരിധിയിലും വെള്ളിയാഴ്ച തിരച്ചിൽ നടത്തുമെന്ന് ഡിഎഫ്ഒ. വാൽപ്പാറയിൽ കാട്ടാന ആക്രമണം. വധശ്രമക്കേസിൽ റിമാൻഡിലായ യൂട്യൂബർ മണവാളന്റെ മുടി ജയിൽ അധികൃതർ മുറിച്ചു. വിയൂർ സെൻട്രൽ ജയിലിലെത്തിച്ച മണവാളന്റെ മുടി ജയിൽ ചട്ടപ്രകാരമാണ് മുറിച്ചത്. അസ്വസ്ഥത പ്രകടിപ്പിച്ച മണവാളനെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റ് പാത നിർമ്മാണം. മെട്രോ ജംഗ്ഷൻ മുതൽ കൊക്കാല വരെയുള്ള നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി. കോൺക്രീറ്റിംഗ് വെള്ളിയാഴ്ച ആരംഭിക്കും. ഫോറസ്റ്റ് ഓഫീസർ ചമഞ്ഞ് പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് 3 ജീവപര്യന്തവും 12 വർഷം തടവും. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി വിജയനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.